എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. റീഡിങ്സിലേക്ക് കടക്കാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. First, High Priestess energy, 8 of Wands energy, 7 of Cups, Judgment, 2 of Swords and Page of Swords energy connections. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് സ്ട്രെസ്സ് കൂട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു നെഗറ്റീവ് ഫീലിങ്ങിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു മാസത്തിൽ പൊതുവെ സ്ട്രെസ്സ് കൂടുതൽ, നെഗറ്റിവിറ്റീസ് കാര്യങ്ങൾ കൂടുതലുള്ള സമയമായിരിക്കും. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ആത്മീയവും നിങ്ങൾക്ക് തൃപ്തിയും കാര്യങ്ങളും തരുന്ന മതപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ്. മെൻ്റലി ഇമോഷണലി ഒക്കെ നിങ്ങൾ കുറച്ചൊരു ആരോട് എങ്ങനെ സംസാരിക്കണം എന്താ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്കാസ്റ്റായിട്ട് ചില സാഹചര്യങ്ങൾ ഫീൽ ചെയ്യാം. എല്ലാവരുടെയും കൂട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ അതിലേക്ക് ഇഴുകി ചേരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുകളാവാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യവും ചുറ്റുപാടും നടക്കുന്ന ആളുകൾ, അന്തരീക്ഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെസ്സ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പലതിലും നിങ്ങളൊരു ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു ആവശ്യകത, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആളുകളോട് ചില സാഹചര്യങ്ങളിൽ അവഗണന അല്ലെങ്കിൽ വിട്ടുകളിയ കാര്യങ്ങൾ അത് അവഗണിച്ച് വിടുക. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തി അതായി മാറുന്നില്ല. നിങ്ങളെന്തെങ്കിലും അവഗണിച്ച് വിട്ടാൽ അവിടെ തീരാവുന്ന പ്രശ്നമുള്ള എല്ലാത്തിലും നിങ്ങൾ അത് റിയാക്റ്റ് ചെയ്യാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചില ആളുകൾ ചില സാഹചര്യത്തിനനുസരിച്ച് എവിടെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അവിടെയാണ് പവറുള്ള ആളുകൾ അല്ലെങ്കിൽ സാഹചര്യവശാൽ എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് Wands എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിക്കുറവ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ നിങ്ങളെ സംബന്ധിച്ച് കാണാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ എത്ര പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ചാലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് അതിൻ്റെ ഒരു പേസ് ഉണ്ടല്ലോ, ആ പേസിലാണ് മുന്നോട്ടേക്ക് നടക്കുക. അപ്പോൾ നിങ്ങൾ അത് അത്രയെങ്കിലും മനസ്സിലാക്കി കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില പ്രത്യേക നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങളുടെ ചില പ്രത്യേക രീതികൾ, ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ഒരാളോട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റലി നിങ്ങളുടെ സ്വഭാവവും രീതികളും കാര്യങ്ങളും ധൃതി കൂടുതലായിരിക്കും. ഇപ്പോൾ ധൃതി പൊതുവെ കൂടുതലുള്ളതാണെങ്കിൽ എന്താ പറയുക, സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ നിങ്ങളെ കാമാക്കി വെക്കാൻ അതാണ് നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു അനാവശ്യമായിട്ടുള്ള ഇംപേഷ്യൻസ്, ക്ഷമ, എല്ലാ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളായിട്ട് ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വരും. ജോലി സംബന്ധമായിട്ട്, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഫാസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്.
അത് നിങ്ങൾ വിചാരിച്ച ലെവലിൽ അല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അമിതമായിട്ട് പെട്ടെന്ന് ഒരു ഉയർച്ചയൊക്കെ ചിന്തിക്കുന്നുണ്ട്, ആ ലെവലിലല്ല എന്നുള്ളത് മാത്രം. നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. 7 ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സ് നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനല്ല. ഇപ്പം നമ്മൾ വർക്ക് പ്രഷർ പറയും, ചില ആളുകൾക്ക് വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ്, ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു പ്രഷറിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രഷർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഐഡിയാസൊക്കെ നിങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ കേൾക്കുന്ന വ്യക്തി ആയിരിക്കില്ല അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ. ഈ ഐഡിയാസ് പറഞ്ഞാൽ മനസ്സിലാവാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളിടത്ത് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലാത്തടത്ത് വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരുടെ അടുത്ത് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ പാർട്ടീസ്, ഫൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സുഹൃത്തുക്കളോ അങ്ങനെ പല ആളുകളും എന്തെങ്കിലും പാർട്ടീസ് ഫണ്ണിലൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ടിയിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കള്ള് കുടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാർട്ടി നിങ്ങൾക്ക് അതിൻ്റെ ഭാഗഭാക്കാവാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആളുകൾ വിളിച്ചാലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് തല കാണിച്ച് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വയ്ക്കാതിരിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടീസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എന്താ പറയുക, ചില റിച്വൽസ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ട്. അതായത് നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ്. പക്ഷേ ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർവേഡ് ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും പാടില്ല എന്ന് നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ആചാരം, അനുഷ്ഠാനം, അമ്പലം, ക്ഷേത്രം, പള്ളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ അതായത് നിങ്ങൾ എന്താണോ അതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ, ഇപ്പോൾ വീട്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ളവരൊക്കെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. 2 ഓഫ് സോർഡ്സ് ആണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്ന് പറയാം ഈ ഒരു മാസം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തിൻ്റെ പ്ലഷേഴ്സ് എൻജോയ് ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം, ഒത്തിരി നാളായിട്ട് കുറച്ച് സാമ്പത്തികം അധികം ആവശ്യമുള്ളൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ അത് സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ആ ഒരു കാര്യം മാത്രം മേടിച്ചതുകൊണ്ട് നിങ്ങൾ കടത്തിലൊന്നും ആവുന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് പോവാം. വലിയ ചിന്ത കൂടുതൽ കൊടുക്കണം, ആ ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിനുള്ളൊരു തൃപ്തിയും വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ എന്താ പറയുക, ഒരു ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക, അതായത് ഇത് ചെയ്തു എന്നതിൽ നിങ്ങൾക്ക് കുറ്റം ആരോപിക്കുകയോ നിങ്ങളെ പശ്ചാത്തപിക്കേണ്ട ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടി നിറവേറ്റേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഇതിൽ നിന്ന് മാറി നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക. പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു. പുതിയ തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ആഹാരങ്ങൾ, അതേപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ചില ആളുകൾ പുതിയിടത്തേക്ക് മാറുന്നുണ്ടാകും, പുതിയ വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തുനിന്ന് മാറി പഴയ സ്ഥലം വിറ്റിട്ട് പുതിയ സ്ഥലം വാങ്ങി വീട് വയ്ക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു അവസരം കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.